അരുൺ ആലത്തൂർ, ഈ NDA സംഘം, ഹേമമാലിനിയുടെ നേതൃത്വത്തിലുള്ള NDA സംഘം അവിടെ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അവിടുത്തെ കാഴ്ചകൾ നേരിട്ട് കണ്ടു. അവിടെ ചിതറിക്കിടക്കുന്ന ചെരുപ്പുകളും വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളുമെല്ലാം വലിയ വേദന ഉളവാക്കുന്നുവെന്ന് NDA സംഘം പറയുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. ഒരു ഏകാംഗ കമ്മീഷനാണ്. അക്കാര്യത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ജഡ്ജിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ NDA മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ ദുരന്തത്തെക്കുറിച്ച് ഒരു വലിയ ദുരൂഹത നിലനിൽക്കുകയാണ്. അധികാരികൾ കൃത്യസമയത്ത് ഇടപെട്ടില്ല. വിജയ് വരാൻ വൈകി എന്നത് ഒരു കാരണമാണ്. പക്ഷേ ആ സമയത്തിനകം അവിടെ ആ ചെറിയൊരു സ്ഥലത്ത്, ചെറിയൊരു ഏരിയയിൽ നിറഞ്ഞു നിന്ന പതിനായിരങ്ങൾ, ഏതാണ്ട് 1,00,000-ഓളം ആളുകൾ എത്തിയെന്നതാണല്ലോ അന്ന് വന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു ദുരന്തം ഉണ്ടാകാൻ സംസ്ഥാന സർക്കാർ, ജില്ലാ ഭരണകൂടം കാത്തുനിന്നതുപോലെയുള്ള ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ NDA വലിയ ദുരൂഹത ഇക്കാര്യത്തിൽ ആരോപിക്കുകയാണ്. എന്തൊക്കെയാണ് NDA നേതാക്കൾ പറഞ്ഞത്? പ്രധാനമായിട്ടും NDAയുടെ സംഘം പറയുന്നത് ഇതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അതിൽ തന്നെ ഒരു ദുരൂഹത ഉണ്ട് എന്നുള്ള കാര്യമാണ്. വീഴ്ചയെക്കുറിച്ച് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇതിൽ ഒരു വീഴ്ച എന്ന് പറയുന്നത് അത് അഡ്മിനിസ്ട്രേഷൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഉൾപ്പെടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായത് എന്നുള്ളതാണ് NDA സംഘം പറയുന്നത്. കാരണം പോലീസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ പരിപാടി സ്ഥലം അത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാനുള്ള സാഹചര്യം അവിടെ ഇല്ല. വിജയ് എന്ന വ്യക്തി വളരെ പോപ്പുലർ ആണെന്നും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് നടത്തിയ പരിപാടികളിലേക്കൊക്കെ ജനങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള ബോധ്യം പോലീസിനാണെങ്കിലും ജില്ലാ ഭരണകൂടത്തിനാണെങ്കിലും ഉണ്ട് എന്നിരിക്കെ എങ്ങനെയാണ് ഇത്രയും ചെറിയ ഒരു സ്പേസ് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി അനുവദിച്ചത് എന്നുള്ളതാണ് NDA സംഘം പ്രധാനമായിട്ട് ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത്, പോലീസ് ഈ ആളുകൾ ഇങ്ങനെ തിങ്ങി വിങ്ങി നിൽക്കുന്നത് കണ്ടതിന് ശേഷവും പിന്നീട് എങ്ങനെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൽ ഒരു ക്ലിയറൻസ് കൊടുത്തത്. അതായത് നമുക്കറിയാം ആ വിജയ് പരിപാടിയിലേക്ക് വരുന്നത് വളരെ വൈകിയാണെന്ന് നിരന്തരം DMKയും മറ്റുമൊക്കെ ആരോപിക്കുന്നുണ്ടെങ്കിൽ പോലും വിജയ് എത്തുന്നതിന് മുൻപ് തന്നെ ആളുകൾ തിങ്ങി വിങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ തിങ്ങി വിങ്ങി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ പരിപാടി സ്ഥലത്തേക്ക് ഇവർ എത്തിയത് എന്നുള്ളതാണ്. വിജയ് വരുന്നതിന് മുൻപ് തന്നെ എങ്ങനെ അപകടം സംഭവിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നിരിക്കെ അതിന് എങ്ങനെ അനുമതി നൽകി എന്നുള്ളത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഏതായാലും NDA സംഘം പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ പോലീസിൻ്റെ ഒരു വീഴ്ച, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഇതിൽ കൃത്യമായിട്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. അത് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം വേണമെന്നുൾപ്പെടെയുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും NDA സംഘം ഇപ്പോൾ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഇവിടെ സന്ദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ 8 അംഗ സംഘമാണ് ഇവിടെ എത്തിയത്. ആ 8 അംഗ സംഘം ഇനി ഓരോരുത്തരുടെയും വീടുകളിലേക്ക് കടന്ന് ചെല്ലും. അതായത് അപകടത്തിൽ മരിച്ച ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ചെല്ലും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഓരോ ആളുകളെയും വീട്ടിൽ ചെന്ന് അവരോട് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് അറിയും. ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ 41 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുള്ള 41 ആളുകളുടെയും ദുഃഖത്തിൽ ഉൾപ്പെടെ പങ്കുചേരും എന്നുള്ളതാണ് NDA സംഘം പറയുന്നത്. നിലവിൽ ഏതായാലും NDA സംഘം കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സന്ദർശനം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഇവർ തയ്യാറാക്കുന്ന ആ റിപ്പോർട്ട് ഉടൻ തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദയ്ക്ക് കൈമാറുമെന്നുള്ളത് കൂടെയാണ് NDA സംഘം പറഞ്ഞു വെക്കുന്നത്. ഇനിയും ഇപ്പോൾ അത് ഒരു 11 മണിയോടുകൂടെ 11:30 NDA സംഘം കരൂരിലേക്ക് എത്തിയത്. ആദ്യം അപകടം നടന്ന വേലുച്ചാമിപുരത്തേക്കാണ് എത്തിയത്. ആ വേലുച്ചാമിപുരത്തെ സന്ദർശനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ നിൽക്കുന്ന കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. ഇവിടെയും 57ഓളം ആളുകൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവരൊക്കെ സന്ദർശിച്ച് അവരുടെ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ നേരിട്ടത്, ആ അപകട സമയത്ത് എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ 8 അംഗ സംഘം
8 പേരും സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീടുകളിലും, അതായത് ജീവൻ നഷ്ടമായ 41 ആളുകളുടെയും വീടുകളിലേക്ക് ചെന്ന് അവരുടെയൊക്കെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും അവർക്ക് അനുശോചനം അറിയിക്കുകയും ഇനി രാജ്യത്ത് ഒരിടത്തും ഇങ്ങനെ ഒരു അപകടം നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് NDA സംഘം വ്യക്തമാക്കുന്നത്. അരുൺ, വലിയ ജാഗ്രതയാണ് NDA സംഘം കരൂരിൽ പുലർത്തുന്നത്. ഇപ്പോൾ ഐസനിലേക്ക് കൂടി പോകുകയാണ്. ഐസൻ, ഒരു അട്ടിമറി എന്നുള്ള തരത്തിൽ ചില കാര്യങ്ങളൊക്കെ NDAയുടെ ഈ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ ജനക്കൂട്ടത്തിനിടയിലേക്ക് ചില അക്രമകാരികൾ കടന്നു കയറുകയും കത്തി ഉപയോഗിച്ച് അവിടെ കൂടിയിരുന്ന ആളുകളെ മുറിവേൽപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ തന്നെ ഈ NDA സംഘത്തെ NDAയുടെ MP സംഘത്തെ ധരിപ്പിച്ചതായാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ സീരിയസ് ആണ്, വളരെ ഗുരുതരമാണ് അവിടെ നടന്ന കാര്യങ്ങൾ. ഒരു ആകസ്മികമായ അപകടം അല്ല ഉണ്ടായത്. അതിന് പിന്നിൽ ചില അട്ടിമറി സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം NDA ഉന്നയിക്കുന്നത്. അങ്ങനെ കാണാമോ കാര്യങ്ങളെ, ഐസൻ? നീലിമ, തീർച്ചയായും ഒരു ഗുരുതരമായ വീഴ്ചകൾ പലയിടത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അനുരാഗ് താക്കൂറും അതുപോലെ തന്നെ ഹേമ മാലിനിയും ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞത്, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന വേളയിൽ പറഞ്ഞത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് ഫെയിലിയറിനെ സംബന്ധിച്ച് കൃത്യമായൊരു പരാമർശം അനുരാഗ് താക്കൂർ നടത്തുകയുണ്ടായി. ഇൻ്റലിജൻസ് പരാജയമുണ്ടായി. കാരണം നമുക്കറിയാവുന്നതാണ്, 12 മണി മുതൽ ആളുകൾ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് കൃത്യമായ ആളുകൾ എത്തുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻ നൽകി കൃത്യമായ പോലീസ് സേനയെ വിന്യസിക്കുകയും ആളുകളുടെ ഒഴുക്ക് തടയുക, അത്തരത്തിലുള്ള പല രീതിയിൽ ആ മോബിനെ മാനേജ് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനുള്ള നടപടികൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇൻ്റലിജൻസ് റിപ്പോർട്ട്, അതായത് ആളുകൾ കൂടുതൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന പരിപാടികൾ, അരുൺ ആലത്തൂർ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന വിവിധ പരിപാടികളിൽ സമാനമായ സംഭവം ഉണ്ടാകുന്നു. അത് വിജയിക്ക് പോലും അറിവുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ തിരിച്ചറിവോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചില്ല. സംഘാടകർ അത് മുൻകൂട്ടി കണ്ടില്ല. അതുപോലെ തന്നെ ഇൻ്റലിജൻസ് വീഴ്ചകളുണ്ടായി. പോലീസിൻ്റെയും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെയും ഡിസ്ട്രിക്ട് കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വീഴ്ചകളുണ്ടായി എന്ന ഒരു സൂചന തന്നെയാണ് അവർ പ്രാഥമികമായി ലഭിച്ചിട്ടുള്ളത് എന്നാണ് അനുരാഗ് താക്കൂറും അതുപോലെ തന്നെ ഹേമ മാലിനിയും പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുക എന്ന കൃത്യമായൊരു ചോദ്യമാണ് ഇപ്പോൾ ഈ രണ്ട് നേതാക്കളും, അതായത് ഹേമ മാലിനിയും അനുരാഗ് താക്കൂറും ചോദിക്കുന്നത്. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരാരെ, ആരുടെ ഉത്തരവാദിത്തമാണ്, ആരുടെ വീഴ്ചയാണ് എന്നത് കൃത്യമായി അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ഈ ഇൻ്റലിജൻസ് വീഴ്ചകൾ ഉണ്ടാവുകയും ഇത്തരത്തിൽ നിരവധി പേർ വരികയോ ഒക്കെ ചെയ്ത സാഹചര്യമുണ്ടായി. അത്തരത്തിൽ നിരവധി പേർ വരുന്നു. അതുപോലെ തന്നെ ഈ ചെറിയ ഇടത്ത്, അതായത് 300 പേർക്ക് പോലും നിൽക്കാൻ സാധ്യതയില്ലാത്ത പ്രദേശങ്ങളിൽ 3000 പേരും 50,000 പേരൊക്കെ തടിച്ചുകൂടുന്ന 30,000-ഓളം പേർ ഈ പ്രദേശത്ത് തടിച്ചുകൂടിയെന്നാണ് പ്രാഥമികമായ ചില കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ആളുകൾ തടിച്ചുകൂടുമ്പോൾ ഭരണ സംവിധാനവും അതുപോലുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ സംഘാടകരും പോലീസും അതുപോലെ ഈ മേഖലയിലെ പ്രാദേശികമായ ഭരണകൂടങ്ങളും, അതായത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എവിടെയായിരുന്നു എന്നതാണ് ചോദ്യം. ഇത്തരത്തിൽ നിരവധിയായ ചോദ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അധികാരികളോട് ചോദിക്കുന്നു. അത് ഈ ആഴ്ച തന്നെ അത് സംബന്ധിച്ച കൃത്യമായൊരു വിശദീകരണം അധികാരികൾ നൽകേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, MP-മാരാണ് ഈ സംഘത്തിലുള്ളത്. സ്വാഭാവികമായും MP-മാരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സംവിധാനങ്ങളും ബാധ്യസ്ഥരാണ്. അത്തരത്തിൽ ലഭ്യമാകുന്ന മറുപടികൾ അനുസരിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി JP നദ്ദയ്ക്ക് സമർപ്പിക്കുമെന്നാണ് അറിയിക്കുന്നത്. മറ്റൊരു സുപ്രധാന കാര്യം, നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ, സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജി എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് സുപ്രീം കോടതിയിൽ നിലവിൽ സേവനം ചെയ്യുന്ന ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നൊരു നിലപാടും അറിയിക്കുന്നുണ്ട്. ഇതിൽ അട്ടിമറി ശ്രമങ്ങൾ, ഇത്തരത്തിൽ പലതരം വാർത്തകൾ വരുന്നുണ്ട്. അത് അണ്ണാമല ആരോപിച്ച പോലുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കാര്യമായി കൃത്യമായും അഭിസംബോധന ചെയ്യുന്നതിനെ ജുഡീഷ്യൽ അന്വേഷണം സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ തന്നെ വേണമെന്നൊരാവശ്യമാണ് MP-മാരുടെ സംഘം പ്രാഥമികമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ആഴ്ച തന്നെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾക്കൊണ്ട് മറ്റുള്ള അധികാരികൾക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർക്കും പറയാനുള്ളത് കേട്ടതിന് ശേഷം ഈ റിപ്പോർട്ട് തയ്യാറാക്കി JP നദ്ദയ്ക്ക് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. JP നദ്ദയ്ക്ക് സമർപ്പിച്ച ശേഷം പാർട്ടി തലത്തിൽ അതിന് സംബന്ധിച്ച നീക്കങ്ങളുണ്ടാകും, അല്ലെങ്കിൽ NDA തലത്തിൽ സംബന്ധിച്ച നീക്കങ്ങളുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സുപ്രീം കോടതി ജഡ്ജി കേസ്, ഈ സംഭവം അന്വേഷിക്കണമെന്നൊരാവശ്യം MP-മാരുടെ സംഘം മുന്നോട്ട് വയ്ക്കുന്നു. മാത്രമല്ല, അധികാരികളിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട്. ഏത് രീതിയിലുള്ള വീഴ്ചയാണ് ഉണ്ടായത്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ, എങ്ങനെയായിരുന്നു ഇത്തരത്തിൽ ജനക്കൂട്ടം തടിച്ചുകൂടുന്ന പ്രശ്നമുണ്ടായത്, ഈ സംഭവ വികാസങ്ങളിലേക്കെല്ലാം നയിച്ച, അപകടത്തിലേക്ക് നയിച്ച 41 പേരുടെ മരണത്തിലേക്കും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ തിങ്ങിക്കൂടുന്നത് പ്രതിരോധിക്കാനോ കൃത്യമായി കണ്ടെത്താനോ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായതിൻ്റെ എല്ലാം തന്നെ കൃത്യമായ മറുപടികൾ ലഭ്യമായതിനു ശേഷം റിപ്പോർട്ട് നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്.
തീർച്ചയായും ഗൗരവതരമായൊരു വിഷയമായി ഈ ഇത്രയും പേർ മരിച്ച ഒരു സംഭവത്തെ NDA ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ ആലത്തൂർ കൂടി ചേരുകയാണ്. അരുൺ, വളരെ ഗൗരവമായി കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ എടുത്തിട്ടുണ്ട്. ഇന്നലെ നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ സന്ദർശിക്കുകയുണ്ടായി. ഇന്ന് 8 അംഗ BJP സംഘം NDAയുടെ MP-മാർ അവിടെ സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. അതീവ ഗുരുതരമായ ചില സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ അനുരാഗ് ഠാക്കൂർ പറഞ്ഞതായാലും ഹേമ മാലിനി പറഞ്ഞതനുസരിച്ചായാലും മനസ്സിലാകുന്നത്. അവിടെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത തന്നെ NDA സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എങ്ങനെയാണ് അവിടുത്തെ പ്രദേശവാസികൾ ഈ സംഘത്തിന് മുൻപിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? പ്രധാനമായിട്ടും NDA സംഘം പറയുന്നത് പ്രദേശവാസികളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ സമയത്ത് അവിടെ വളരെ ഒരു ചെറിയ സ്പേസിലാണ് പരിപാടി നടത്തിയത് എന്നുള്ളതാണ്. അതായത് വേലുച്ചാമിപുരത്തെ ഈ പ്രദേശം കരൂരിൽ നിന്ന് ഈ റോഡിലേക്ക് പോകുന്ന പ്രധാന പാതയാണ്. ആ പ്രധാന പാതയിൽ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗത്താണ് പരിപാടി നടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ TVK കോടതിയിലും പറഞ്ഞത് സമാന രീതിയിൽ തന്നെയാണ്. തങ്ങൾ ഏകദേശം ഒരു 1 ലക്ഷത്തിലേറെ ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് അവിടെയായിരുന്നു പരിപാടി നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് തങ്ങൾ ജില്ലാ പോലീസ് മേധാവിയെ ഉൾപ്പെടെ സമീപിച്ചിരുന്നത്. ആദ്യം അവിടെ പരിപാടി നടത്താൻ അനുമതി നൽകി, പിന്നീട് ആ അനുമതി നിഷേധിച്ചുകൊണ്ട് അത് മറ്റൊരു പാർട്ടിക്ക് നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി ഈ ഒരു സ്ഥലത്തേക്ക് നടത്തുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചത് തന്നെ പോലീസാണെന്ന് TVK തന്നെ ഇന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ NDA സംഘവും പറയുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു കുറഞ്ഞ സ്പേസിൽ, അതായത് ആളുകൾ തീരെ പങ്കെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രദേശത്തേക്ക് വിജയെ പോലെ ഒരാൾ, കാരണം വിജയെ തമിഴ്നാട് പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് തന്നെ അറിയാം വിജയ് പോലുള്ള ഒരു താരം വരുമ്പോൾ എത്രമാത്രം ആളുകൾ അവിടെ തടിച്ചു കൂടുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ അറിയാമെന്നിരിക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പരിപാടിക്ക് സ്ഥലം കൊടുത്തത് എന്നുള്ളതാണ് അവർ ഒന്ന് ചോദിക്കുന്നത്. രണ്ടാമത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ഇവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് അവർ പറയുന്നത്. മൂന്നാമതായിട്ട് സംഘാടകർക്കും ഇവിടെ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് NDA സംഘം പറയുന്നത്. കാരണം വിജയെ പോലുള്ളൊരു താരം ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ വിജയം ആലോചിക്കേണ്ടതായിരുന്നു, ഇത്രയും ആളുകൾക്ക് അവിടെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു എന്ന് ആലോചിക്കേണ്ടതായിരുന്നു എന്നും NDA സംഘം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ പ്രധാനമായിട്ടും ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ വിജയ് വൈകി എത്തി, 6 മണിക്കൂറോളം വൈകി എത്തി എന്നൊക്കെ പറയുമ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വിജയ് വരുന്നതിന് മുൻപ് തന്നെ അവിടെ ഇത്രയും തിരക്ക് കാണുന്ന സമയത്ത് അവിടെ ക്ലിയറൻസ് നൽകാതെ വിജയോട് ഇനി വരരുത്, അവിടെ എത്രയേറെ തിരക്കുണ്ട്, അപകടം സംഭവിക്കുമെന്നൊക്കെ മുന്നറിയിപ്പ് നൽകാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് തങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് NDA സംഘം പറയുന്നത്. ഏതായാലും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഹേമ മാലിനി MP-യുടെ നേതൃത്വത്തിലുള്ള 8 അംഗ സംഘമാണ് കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അല്പസമയം മുൻപ് എത്തിയത്. ആദ്യം അവർ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് നേരെ എത്തിയത് ഈ അപകടം സംഭവിച്ച വിജയുടെ പരിപാടിയിൽ അപകടം സംഭവിച്ച ഭാഗത്തേക്കാണ്. വേലുച്ചാമിപുരം എന്ന അപകട സ്ഥലം സന്ദർശിച്ച് അവിടെ നിന്നും അപകടത്തിൻ്റെ ആ ഒരു വ്യാപ്തി എത്രത്തോളമാണെന്നുള്ളത് ആ സ്ഥലം സന്ദർശിച്ച് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി. നിരവധി പ്രദേശവാസികളായ ആളുകൾ അവർക്ക് മുൻപിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ വിവരിച്ച് നൽകി, എങ്ങനെയൊക്കെയാണ് തങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചത് എന്നുള്ളത് ആ സ്ഥലത്ത് നിന്ന് തന്നെ കൃത്യമായിട്ട് അവരോടൊക്കെ വിവരിച്ചു. ഈ 8 അംഗ സംഘത്തോട് വിവരിക്കുകയായിരുന്നു നാട്ടുകാർ ചെയ്തത്. അതിനുശേഷം പിന്നീട് ഈ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തി. ആശുപത്രിയിലും സമാന രീതിയിൽ തന്നെയാണ് പരിക്കേറ്റ 57 ആളുകൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഈ 57 ആളുകളും കൃത്യമായിട്ട് തന്നെ ഈ സംഘത്തോട് കൃത്യമായിട്ട് കാര്യങ്ങൾ വിവരിച്ചു. തങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ദുരനുഭവങ്ങളാണ് നേരിട്ടത്, അവിടെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നു എന്നുള്ളതൊക്കെ വിവരിക്കുകയുണ്ടായി. അതിനുശേഷമായിരുന്നു പുറത്തേക്ക് വന്ന 8 അംഗ സംഘം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിവരിച്ചത്. ഇനിയിപ്പോൾ ഇവർ 8 പേരും 8 സംഘമായിട്ട് തിരിഞ്ഞ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായിട്ടുള്ള 41 ആളുകൾ, ആ 41 ആളുകളുടെയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എല്ലാവരിൽ നിന്നും കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയും, എല്ലാം മനസ്സിലാക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്നും ഇനി ഡൽഹിയിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് ഈ NDA സംഘം പറയുന്നത്. ഏതായാലും തങ്ങൾ ഡൽഹിയിൽ പോയതിനു ശേഷം കൃത്യമായിട്ട് ഇവിടെ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ട് BJPയുടെ ദേശീയ അധ്യക്ഷനായ JP നഡ്ഡയ്ക്ക് സമർപ്പിക്കും. നിലവിൽ തങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിൽ ഇനിയൊരു അന്വേഷണം കൃത്യമായിട്ട് തന്നെ വേണം.
എവിടെയൊക്കെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണം വേണം. അത് സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നുൾപ്പെടെയാണ് എട്ടംഗ സംഘം പറയുന്നത്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് ഏതായാലും JP നദ്ദയ്ക്ക് സമർപ്പിച്ച് രാജ്യത്ത് ഒരിടത്തും ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളത് കൂടെ തന്നെയാണ് NDA സംഘം വ്യക്തമാക്കുന്നത്. അരുൺ, മാത്രമല്ല NDA സംഘം വളരെ കൃത്യമായി അവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ഒന്നൊന്നായി ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയൊരു ഏരിയയിൽ ഇത്രയധികം പേർക്ക് പ്രവേശനം നൽകി, അത് പോലീസ് തടഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം, വിജയ് എത്തിയതിനു ശേഷം അരമണിക്കൂർ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനും ഒരു ന്യായീകരണവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ തന്നെ പരിഗണിച്ചാൽ അവിടെ വളരെ കൃത്യമായി മോശമായി എന്തോ ഒന്ന് സംഭവിക്കണം എന്ന് സർക്കാർ തന്നെ കരുതിക്കൂട്ടി അത്തരത്തിലൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതിലേക്ക് കൂടി നമുക്കൊന്ന് പോയി വരാം. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് NDA സംഘം, പ്രത്യേകിച്ച് ഹേമമാലിനി MP ഉൾപ്പെടെ പറയുന്നത് ഈ അപകടത്തിൽ ഒരു ദുരൂഹത ഉണ്ട് എന്നുള്ളതാണ്. അവർ പറഞ്ഞ വാക്ക് ഇത്തരത്തിലാണ്, എന്തോ ഫിഷി ആയിട്ട് തോന്നുന്നു. കാരണം വിജയുടെ ഈ പരിപാടിയിലേക്ക് വിജയ് എത്തുന്ന ആ സമയത്ത് പെട്ടെന്ന് തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ റാലിയിലേക്ക് കല്ലുകൾ എറിയുന്നു, കുപ്പികൾ എറിയുന്നു, ചെരുപ്പ് എറിയുന്നു, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പോലീസാണെങ്കിൽ പെട്ടെന്ന് ലാത്തി വീശുന്നു. ഇതോടുകൂടെ ആളുകൾ അവിടെ നിന്നും ഭയന്ന് പലയിടത്തേക്കും മാറുന്നു. ഇതോടുകൂടെ അവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇതിൽ എന്തോ ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് NDA സംഘം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് കൂടെയാണ് ഇതിൽ ഇനി കുറച്ചുകൂടെ വ്യക്തമായ അന്വേഷണം വേണ്ടിയിരിക്കുന്നു. അതിന് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം വേണം എന്നുൾപ്പെടെ NDA സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാം, ഈ ഒരു അപകടത്തിന് ശേഷം കൂടുതലായിട്ടും എല്ലാം വിജയുടെയും TVKയുടെയും പ്രശ്നങ്ങളാണ് എന്ന തരത്തിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്യാനായിരുന്നു ഒരു ഭാഗത്ത് DMK ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതേസമയം തന്നെ DMKയുടെ മാത്രമാണ് എല്ലാം കുറ്റങ്ങളും എന്നായിരുന്നു വിജയ് പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലല്ല, ഇവിടെ കൃത്യമായൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നുള്ളതാണ് NDA സംഘം പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ്റെയും അതുപോലെ തന്നെ ഇതിൽ കൃത്യമായിട്ട് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിലായിട്ടുള്ള പിഴവുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ പിഴവുകൾ എന്തൊക്കെയാണെന്നുള്ളതിന് കൃത്യമായ കണ്ടെത്തലുകൾ വേണം. പോലീസിൻ്റെ ഭാഗത്തുനിന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇവിടെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം TVKയുടെ ഭാഗത്തു നിന്നും ഈ സംഘാടനത്തിലും പിഴവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് NDA സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിലെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ജനങ്ങൾ പറഞ്ഞതിൽ നിന്നും ഈ പരിപാടി സ്ഥലവും അതുപോലെ തന്നെ അപകടം സംഭവിച്ച സ്ഥലമൊക്കെ സന്ദർശിച്ചതിന് ശേഷമുള്ള സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് NDA ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. വിശദമായ റിപ്പോർട്ടാണ് അരുൺ ആലത്തൂർ കരൂരിലെ ദുരന്തഭൂമിയിൽ നിന്നും നൽകിക്കൊണ്ടിരുന്നത്.